ഭൂനിയമ ഭേദഗതിക്കെതിരെ കർഷക സംഘടനകൾ സുപ്രീം കോടതിയിലേക്ക്. ക്രമവൽക്കരണത്തിന് മാത്രമാണ് നിയമ ഭേദഗതിയെന്ന് ആരോപിച്ചാണ് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റു നിയമവശങ്ങളും കോടതിയിൽ ചൂണ്ടിക്കാട്ടുമെന്നും കർഷക സംഘടന വ്യക്തമാക്കി. കാലങ്ങളായി നിലനിന്നിരുന്ന വലിയ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിട്ടതോടെ പ്രശ്ന പരിഹാരമായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 1964 ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വെക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി. അതുകൊണ്ടുതന്നെ നിലവിലുള്ള മറ്റു നിർമ്മാണങ്ങൾ അനധികൃതമായി മാറി. നിയമനിർമ്മാണത്തിലൂടെ ഇവ ക്രമവൽക്കരണം നടത്തി സാധൂകരിക്കാനും ഭാവിയിൽ ഗാർഹികേതര നിർമ്മാണങ്ങൾ നടത്തുവാനും മറ്റു ഭൂപ്രശ്നങ്ങൾക്കും നിയമനിർമ്മാണത്തിലൂടെ പരിഹാരമായെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ നിയമത്തിനെതിരെ ആദ്യം മുതൽ ഇടഞ്ഞു നിന്നിരുന്ന കർഷക സംഘടനകൾ ഇപ്പോഴും കടുത്ത എതിർപ്പിലാണ്. നിയമനിർമ്മാണം ക്രമവൽക്കരണത്തിന് വേണ്ടി മാത്രമെന്നാണ് ഇവരുടെ നിലപാട്. വലിയ തോതിലുള്ള സാമ്പത്തിക കൊള്ളയ്ക്കും വലിയ അഴിമതിക്കും ഇടയാക്കുന്ന തരത്തിലുള്ള ക്രമവൽക്കരണം എന്ന ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ ഭൂമി 2016 വരെ സർവ്വസ്വതന്ത്രമായി ഉപയോഗിച്ചത് തുടരാനുള്ള അവകാശം കിട്ടണം. അത് ഈ നിയമം പറയുന്നില്ല. നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. ഒരു വ്യവസ്ഥ എല്ലാ പട്ടയക്കാർക്ക് മാത്രമായി നൽകുന്നു എന്നുള്ള വിവേചനം, മറ്റൊന്ന് 60 ഭൂപതിവ് നിയമത്തിൽ കൊടുത്തിരിക്കുന്ന മറ്റ് പല പട്ടയങ്ങൾക്കും ഈ വ്യവസ്ഥ ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവേചനം എന്നുള്ള ഭരണഘടനാ പ്രശ്നം അടക്കം നിയമവിരുദ്ധത ഒട്ടേറെയുണ്ട്. നിയമസഭയിൽ ബില്ലിനെ അനുകൂലിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തെങ്കിലും ക്രമവൽക്കരണം എന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന ആരോപണമാണ് കോൺഗ്രസും UDF-ഉം ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.